ഏത് മൊട്ടത്തല കുട്ടപ്പനാണെങ്കിലും നല്ല മിനുസുള്ള കഷണ്ടിത്തലവനാണെങ്കിലും നമ്മളെ പാടത്തുണ്ടാവില്ല, നെല്ല് നട്ട് കഴിഞ്ഞാൽ ഞാറിങ്ങനെ ഉള്ളോട് കൂടി പൊങ്ങി വരുന്നത് കാണാൻ നല്ല രസമല്ലേ. അതുപോലെ തലയിൽ മുടി ഇങ്ങനെ കിളർത്തി വരാനും അത് പെട്ടെന്ന് നല്ലോണം വളർന്ന് ഇനി ആണുങ്ങളാണെങ്കിൽ വെട്ടിയാലും കളഞ്ഞാലും തീരാത്ത രീതിയിലും, ഇനി പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ വെട്ടാനും കളയാനൊന്നും പോവില്ലല്ലോ. ഇഷ്ടത്തോടു കൂടി മുടിൻ്റെ ആ ഒരു ഊറ്റം കാത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന, അതും നല്ല കറുപ്പും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി എന്തൊരു സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു, അതും കരിഞ്ജീരകം വെച്ചിട്ട്, കരിഞ്ജീരകം പിന്നെ മരണം ഒഴികെ ബാക്കി എല്ലാത്തിനും മരുന്നാണെന്ന് പോലും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എത്ര വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഈ 2 ചേരുവ വെച്ചിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാണി, പിന്നെ നിങ്ങൾക്ക് മുടിൻ്റെ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കട്ടോ. പിന്നെ ചില സ്മെല്ല്, നമ്മൾ ചില എണ്ണകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് നീരിറക്കം ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം കൊണ്ടും 100% നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി തേക്കും ചെയ്യുക. പിന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു അടിപൊളി എണ്ണയാണ് കേട്ടോ നമ്മളിന്നിവിടെ റെഡിയാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് 2 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. മുടി വളരാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിനുകളും പ്രോട്ടീനുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് തലയോട്ടിന് ഉഷാറാക്കി വിടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കും. കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് തുടങ്ങിയ എല്ലാ പോഷകങ്ങളും നമ്മളെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയിൽ ഉണ്ട് കേട്ടോ. കറിവേപ്പില ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചൻ്റെ കാര്യത്തിലും കറിവേപ്പിൻ്റെ 1ാം സ്ഥാനത്ത് തന്നെയുണ്ടോ നിൽക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഈ കറിവേപ്പിലയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, പ്രോട്ടീനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളെ തലയോട്ടിയിലുണ്ടാകുന്ന രക്തക്കുഴലുകളുണ്ടല്ലോ, അതിൻ്റെ എല്ലാ ആരോഗ്യകരമായിട്ടുള്ള രക്തചക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കറിവേപ്പില നമ്മൾ കറിക്കും വേറെ ഉള്ളതിന് മാത്രമല്ല കേട്ടോ, നമ്മളെ മുടി വളർച്ചയ്ക്ക് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മളെ മുടി വളരാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കറിവേപ്പില നല്ല ഗുണം ചെയ്യണതാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 10 അല്ലി കറിവേപ്പിലോളം എടുത്തു കേട്ടോ. കറിവേപ്പില കൂടിപ്പോയി അയച്ചിട്ട് ഒരു കുഴപ്പമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമുക്കിതാ വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര മൊട്ടത്തലയാണെങ്കിലും ഇനി ഒരിക്കലും മുടി വളരൂല, മുടി വരൂല എന്നൊക്കെ വിചാരിച്ച് നിൽക്കണം, അതൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം. മരിക്കണീന് മാത്രം മരുന്നില്ലതിന്, ബാക്കി എല്ലാ അസുഖങ്ങൾക്കും മരുന്നായിട്ടാണ് നമ്മൾ ഈ ഒരു കരിഞ്ജീരകം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കരിഞ്ജീരകം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്ട് ചെയ്യണത്. കുറച്ചൊരു നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊടിയുമില്ല, പോരാത്തിന് മിക്സിൻ്റെ അടിയിൽ പറ്റി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരിഞ്ജീരകം നമ്മൾ പൊടിക്കുന്ന സമയത്ത് മിക്സി നല്ലോണം ഡ്രൈ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും മിക്സി ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടോ പൊടിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ച ഇലല്ല എങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നെന്ന്. ഒട്ടും ടെൻഷൻ ആവണ്ട, വെള്ളം കൂട്ടാനോ ചേർക്കാനോ ഒന്നും നിങ്ങൾ പോകണ്ട കേട്ടോ. നമുക്ക് ഈ എണ്ണ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല, കാരണം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു എണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ദാ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തരിയായിട്ടാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് പൊടിച്ചിൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വെള്ളം യൂസ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കരിഞ്ജീരകവും കറിവേപ്പിലയും നല്ലൊരു കോംബോ ആണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്. കറിവേപ്പിലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് 1ാം സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ മുടി വളരുന്ന കാര്യത്തിൽ കരിഞ്ജീരകം ഉള്ളത്. കരിഞ്ജീരകം നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ്, അതുപോലെ തന്നെ നമ്മളെ മുടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടെയാണ് ഈ കരിഞ്ജീരകം. പണ്ട് കാലത്തെ കരിഞ്ജീരകം അത് എണ്ണ ഉണ്ടാക്കലും അത് മസാജ് ചെയ്യലൊക്കെ സാധാരണയാണല്ലോ അല്ലേ. എന്താ വെച്ചാൽ കരിഞ്ജീരകം നമ്മൾ മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ രക്തപ്രവാഹം ഉണ്ടല്ലോ അത് വർദ്ധിക്കും ചെയ്യും. പിന്നെ മുടിൻ്റെ വേരുകളുണ്ടല്ലോ, മുടിൻ്റെ വേരുകളൊക്കെ നല്ല ബലം ഉണ്ടാവും. മുടിക്ക് വേരിന് ബലം ഇല്ലാഞ്ഞിട്ടാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാലും നല്ല ബലം വേരിനുണ്ടായിട്ട് മുടി ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ മുടിക്ക് ഉണ്ടാവില്ല ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്വഭാവം, എങ്ങനെ നല്ല ഓരമുള്ള മുടിയൊക്കെ ഒരു സോഫ്റ്റ് ഇല്ലാതെ ഓരോ എപ്പോഴും ഇങ്ങനെ പാറി പറന്ന പോലൊക്കെ നിൽക്കുക, ആ ഒരു സ്വഭാവം മുടി കൊഴിയാനുള്ള പ്രധാന കാരണമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ ഒരു എണ്ണ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. എന്താ വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള എണ്ണകളും ഉപയോഗിക്കാറുണ്ട്. നല്ലെണ്ണ ഉപയോഗിക്കുക, അതുപോലെ തന്നെ കടലെണ്ണ, എള്ളെണ്ണ, അങ്ങനെ പല എണ്ണകളും ഉപയോഗിക്കും. പക്ഷേ അതൊക്കെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല എന്താ പറയുക ആട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ, കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതായാലും നമുക്ക് വിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ നമ്മൾ മില്ലിലൊക്കെ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ 1 ലിറ്ററൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നാലും മതി. പിന്നെ പാക്കറ്റ് വെളിച്ചെണ്ണേക്കാളും നല്ല കുപ്പി വെളിച്ചെണ്ണയാണ് എന്നൊക്കെ പറഞ്ഞേക്കണം, എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചൊന്നും. ഏതായാലും എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണില്ല, കുറച്ച് മാത്രം, ഏകദേശം ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ ഉണ്ടാവും. എന്നാൽ തന്നെ ഇഷ്ടം പോലെ ദിവസങ്ങൾ നമുക്ക് ഇത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ കുറേ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ എടുത്തോളി. ഞാനിപ്പോൾ ഇവിടെ 400 ഇതുവല്ലേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള എണ്ണയാണ് കേട്ടോ. തന്നെ ഉണ്ടാവും ഒരു മാസമൊക്കെ നമ്മൾക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം സാധാരണ നമ്മൾ ഇതുപോലുള്ള എണ്ണ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിക്കട്ടിയുള്ള പാത്രമൊക്കെയാണല്ലോ എടുക്കാറ്. നല്ല ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഉരുളി ഒക്കെയാണല്ലോ എടുക്കാറ്. പക്ഷേ ഈ ഒരു എണ്ണ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഏത് പാത്രമാണോ, അടിക്കട്ടില്ലാത്ത പാത്രമൊക്കെ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ്, അതുപോലെ തന്നെ കറിവേപ്പില ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ വറ്റിപ്പോകുന്നുള്ള ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ അടിക്കട്ടുള്ള പാത്രമൊക്കെ വെക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ കറിവേപ്പിലായാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെള്ളം ചേർത്തൊക്കെ അരച്ച് പിഴിഞ്ഞതാകുമ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും നമ്മൾ എണ്ണ വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കട്ടുള്ള പാത്രമൊക്കെ വെക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ എണ്ണ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസമാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ റെഡിയായിട്ട് കിട്ടും. ഒന്ന് തിളച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കരിഞ്ജീരകം പൊടിച്ചത് എണ്ണയിലേക്ക് ഇട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ ചെയ്തോളേണ്ടി കേട്ടോ. 1 ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ പതഞ്ഞ് പൊങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ഞാൻ നല്ലോണം ഇളക്കിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിതുപോലുള്ള എണ്ണകളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കണത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം വേണം ഇതിന്. ഒരുപാട് സമയം എന്നല്ല, നമുക്ക് വിചാരിച്ച രീതിയിൽ എണ്ണ നല്ല റെഡിയായിട്ട് കിട്ടണം, കരിയാതെയും അതുപോലെ തന്നെ ഫ്ലോപ്പ് ആവാതൊക്കെ കിട്ടണം, നല്ല ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ നിൽക്കാതെ വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. 5 മിനിറ്റ് മതി. ഇതൊന്ന് എടുക്കുക, പൊടിക്കുക, എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ നേരം വേവിക്കാനോ ഒന്നും നിൽക്കണ്ട. ഇത് നമ്മൾ അതിക്കിടുമ്പോഴേക്കും ഒന്ന് തിളക്കുമ്പോഴേക്കും ഈ ഒരു കറിവേപ്പിലും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ കരിഞ്ജീരകം ഉണ്ടല്ലോ, അതും പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണത്, ചൂടാറൊക്കെ ചെയ്തിട്ടോ ഒരു 1/2 മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ലോണം ചൂടാറും. പക്ഷെ നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കിയാൽ അന്നേരം നമ്മൾ തലയിൽ യൂസ് ആക്കാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് ചുരുങ്ങിയതൊരു 1 ദിവസമെങ്കിലും നമ്മളൊന്ന് കാത്തിരിക്കണം. ഇത് അനങ്ങാതെ ഇവിടെ ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് നിന്നിട്ട് നമ്മൾ യൂസ് ആക്കണം. അതല്ല കഴിയെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ തലയിൽ തേക്കണതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക. നിങ്ങളുടെ തലയോട്ടിയിലെ മുടിയിഴകളെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ മുടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകിക്കൊണ്ട് ഹെയർ ഫോളിക്കുകൾക്ക് ആരോഗ്യം പകരാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കറിവേപ്പില കേട്ടോ. ബീറ്റാ കരോട്ടിന് അതുപോലെ തന്നെ പ്രോട്ടീന് അതിൻ്റെയൊക്കെ സമൃദ്ധമായ ഉറവിടമാണ് കറിവേപ്പില. അതുകൊണ്ട് തന്നെ ഈ ബീറ്റാ കരോട്ടിന് മുടി കൊഴിച്ചിൽ തടഞ്ഞു നിർത്താൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് നമ്മൾ ഈ മുടിക്ക് ബീറ്റാ കരോട്ടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് കറിവേപ്പിലയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൽ പ്രോട്ടീനുകൾ ഉണ്ടെങ്കിലാണ് നമ്മളെ മുടിയേക്ക് നല്ല
നല്ല കട്ടി ഉണ്ടാകുക. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ, അതാണല്ലോ മുട്ടൊക്കെ കഴിക്കണം, മുടി വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുട്ടൊക്കെ കഴിക്കണവർക്ക് നല്ല മുടി വളർച്ച ഉണ്ടാകും. പ്രോട്ടീൻ്റെ കുറവാണ് ഈ മുടി കൊഴിച്ചിലും മുടി വലിപ്പമില്ലാതിരിക്കലും ഒരുപാട് പ്രശ്നങ്ങൾ പ്രോട്ടീൻ കാരണമാണ് കേട്ടോ നമുക്ക്. അപ്പം എന്താ വെച്ചാൽ ഈ പ്രോട്ടീനുകൾ നമ്മളെ മുടി കട്ടി കുറക്കും പ്രോട്ടീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മുടിൻ്റെ അറ്റങ്ങനെ പിളരും ചെയ്യും. അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രോട്ടീൻ കാരണം നമ്മളെ മുടി കട്ടി കുറഞ്ഞതിനും അതുപോലെ തന്നെ അറ്റം പിളരുന്നതിനൊക്കെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറിവേപ്പില മസ്റ്റായിട്ട് ഇതിൽ ചേർക്കണ്ടോ. പിന്നെ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണതിന് കുഴപ്പമില്ല. ഉലുവ നല്ലതാണ്, മുടി സമൃദ്ധമായിട്ട് വളരാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഉലുവ. പക്ഷേ ഉലുവ ഞാൻ അതിൽ ചേർത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇത് തലയേക്ക് തട്ടിക്കാൻ ആ ഭാഗത്ത് കടുപ്പിക്കാൻ അയക്കൂല കേട്ടോ. കാരണം ഓള് പറഞ്ഞെന്താ അറിയോ വെച്ചാൽ ഞാൻ നല്ല കളറുണ്ടല്ലേ, നല്ല കളറായിട്ടത് കാണാൻ, നല്ല കളറും നല്ലൊരു സ്മെല്ലുമാണ്. എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഉലുവ ചേർക്കാത്തതുകൊണ്ടായിട്ട് ഈ ഒരു സ്മെല്ല്. ഉലുവ നമുക്ക് മുടി വളരാൻ നല്ലോണം സഹായിക്കും. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉലുവ ഇടാൻ. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉലുവ ഇട്ടുണ്ടാക്കി നമ്മളെ തലക്ക് ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോ. അസ്സലാമു അലൈക്കും.